Watch India's largest kids library only on Jio Hotstar. Download the app now. നമുക്ക് പോയി നോക്കാം എന്താ കൊണ്ടുവന്നെന്ന്. വെൽക്കം വെൽക്കം സയന്റിസ്റ്റ്. ഇന്നാ കണ്ടോ ചെകുത്താൻ പാവ. ഇതെന്താണിത്? ഇതിനെ കണ്ടാൽ തന്നെ പേടിച്ച് വിറയ്ക്കുമല്ലോ. ഇത് ഭയങ്കരമായിട്ടുണ്ട്. ഇതിന്റെ ജോലി തന്നെ പേടിച്ച് വിറപ്പിക്കണതാ. ഇതിനകത്ത് ഇരുന്ന് കൂടെ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ കൈവെള്ളയിൽ നിന്ന് തീ വരെ വിതറുന്നതാണ്. ഇത് നോക്കൂ, ഇത് നോക്കൂ. ഇപ്പൊ തായന്റെ 1 കോടി രൂപ. ഓക്കെ ഓക്കെ, ഞാൻ തീർച്ചയായിട്ടും തരാം. പക്ഷെ അതിനു മുന്നേ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യണം. ചെയ്യണേ. പൈസ വേണോ? എത്ര കോടി വേണമെന്നാ പറഞ്ഞത്? താൻ പിന്നെ എന്നെ ചതിച്ചിരിക്കുന്നു. അല്ല ജോണെ, നീ എന്തിനാ കിടന്നിങ്ങനെ ഓടുന്നത്? ഇനി നിന്റെ ശരീരത്തിലെങ്ങാനും തീ പിടിച്ചിട്ടുണ്ടോ? അതെ മോട്ടു, എന്റെ ബുദ്ധിയിലാണ് തീ കത്തിയിരിക്കുന്നത്. എപ്പോഴാ ചെകുത്താൻ ഉണർന്നെന്ന് എനിക്ക് അറിഞ്ഞോ, അപ്പൊ തൊട്ട് കത്താൻ തുടങ്ങിയതാ. അതെ. ചെകുത്താന്റെ മോനോ? അതാരാ പുതിയ ചെകുത്താന്റെ മോൻ? അതെ, ചെകുത്താൻ പാവ ആ മലയുടെ പുറകിലാണ് ഉള്ളത്. അങ്ങോട്ട് പോയാൽ തന്നെ ആ ചെകുത്താൻ നമ്മുടെ കയ്യിലുള്ള സ്വർണം പൈസ എല്ലാം വിഴുങ്ങിക്കളയും. എന്ത്? പൈസയും പണവും സ്വർണവും ഒക്കെ അത് കഴിക്കുന്നു? അതെ അതെ, അത് കഴിക്കുന്ന സാധനം തന്നെ അതാണ്. പല വർഷം ഞാൻ കൊള്ളയടിച്ചതൊക്കെ അത് വിഴുങ്ങി കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? ഇപ്പോൾ നിങ്ങൾ ഓടാൻ പോകുന്നില്ലയോ? ഞാൻ ഓടാൻ പോവുകയാണ്. അല്ല, ഇതെന്തൊരു മറിമായോ പത്ലു? എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നുണയാണെന്നാ. മോട്ടു നോക്ക്, മോട്ടു ദേ അങ്ങോട്ട് നോക്ക്. പേടിക്കേണ്ട ചായക്കട ചേട്ടാ, ഞാൻ ഇപ്പൊ തന്നെ ഇവനെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. എന്റെ കാല് പോയേ. വേദനിക്കുന്നു വേദനിക്കുന്നു വേദനിക്കുന്നു. സൂക്ഷിച്ച് ഓടിക്കോ, ഇവിടെ ഒളിച്ചിരിക്കാം. ഓടിക്കോ ഓടിക്കോ. എന്റെ കൈ, എന്റെ കൈ. മോട്ടു വേഗം ഓട്. മോട്ടു ഞാനിത് എത്തി. പേടിക്കണ്ട. രക്ഷിക്കണേ. നിങ്ങളുടെ കയ്യിൽ സ്വർണം വെള്ളി എന്തുണ്ടെങ്കിലും എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തരൂ. ഇതെല്ലാം എടുത്തോളൂ. കൊള്ളാം ബോസ്, കൊള്ളാം. ഈ ഐഡിയ ശരിക്കും വർക്കൗട്ട് ആവുന്നുണ്ട്.
സ്വപ്നം കാണാനും അണുവിടുക്കില്ല. ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിള്. ഞാൻ വരാം. ഇന്ത്യ നിയമമാണ് സത്യം. ഫോൺ. ഞാൻ ആരുടെ ഫോണൊക്കെയാണ് എടുക്കേണ്ടത്? എന്റെ അമ്മോ. എനിക്ക് തോന്നുന്നത് ഇത് ജോണിന്റെ പണിയാണെന്നാ. എന്റെ അമ്മോ, ഇനി ജോൺ ഫുർഫുറെ നഗരം മുഴുവനും തൂത്ത് വാരും. അതോടെ എന്റെ തൊപ്പി തെറിക്കുകയും ചെയ്യും. ഡോക്ടർ ജക്ക, എനിക്ക് തോന്നുന്നത് അതിനകത്ത് നിന്ന് ടീ പുറത്തേക്ക് വരണമെങ്കിൽ അതിൽ സിലിണ്ടർ വെച്ചിട്ടുണ്ടാകും. ഉറപ്പാണ്. അതായത് സിലിണ്ടർ അതിനകത്ത് ഇരിക്കുന്നിടത്തോളം കാലം അത് തീ പുറത്തേക്ക് വിട്ടുകൊണ്ടേ ഇരിക്കും. മനസ്സിലായോ? എടാ, അത് എന്റെ സുഹൃത്തേന്റെ ബ്രോ. അതിനുശേഷം ആ തീ പുറത്തു വരില്ല. ഐഡിയ. എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. ഡോക്ടർ ജഡ്ക, നിങ്ങൾ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. മതിയാക്ക് നിന്റെ ഈ നാടകം. എടാ ചെകുത്താന്റെ മോനെ, നീ ഇതുവരെ അടിച്ചു മാറ്റി ഉണ്ടാക്കിയ സ്വർണ്ണവും പണമൊക്കെ എനിക്ക് തരൂ. വേഗം ആവട്ടെ. ശരി, നമുക്ക് നോക്കാം. ഈ തീയിൽ നിന്നും ആദ്യം നിങ്ങൾ രക്ഷപ്പെട, എന്നിട്ട് നോക്കാം. എങ്ങോട്ടാ രക്ഷപ്പെടാൻ നോക്കുന്ന മോട്ടോ? നിന്നെ ഒരു വഴിയാക്കാതെ ഈ ജോൺ ദ ഡോൺ വെറുതെ ഇരിക്കില്ല. ഇല്ല, ഗ്യാസ് തീർന്നല്ലോ. ഇനി എങ്ങനെ ഇതിൽ നിന്നും തീ വരും? തീ വന്നില്ലെങ്കിലും സാരമില്ല. ഈ റോബോട്ട് വെച്ച മോട്ടിനെ ഞാൻ വെറുതെ വിടില്ല. എടാ ചെകുത്താന്റെ മോനെ, എന്ത് പറ്റി നിനക്കിപ്പോ? നിന്റെ വിരട്ടൽ കോട്ടയൊക്കെ തീർന്നോ? പക്ഷെ എനിക്കിപ്പോ നിന്റെ കൂടെ യുദ്ധം ചെയ്തേ പറ്റൂ. വരൂ. നിന്റെ ഡയലോഗിന് ഞാൻ തരാൻ പോകുന്ന പഞ്ചാണ് മറുപടി. എങ്കിൽ പിന്നെ അവിടെ തന്നെ നിൽക്കേ. നീ നിന്റെ ശക്തി എന്താണെന്ന് കാണിച്ചു. ഇനി എനിക്കും ഒരു ചാൻസ് താടോ ചെകുത്താന്റെ മോനെ. ചേട്ടാ, എന്റെ ചങ്കേ, എന്റെ ബ്രോ, ഞാൻ പറയാൻ മറന്നു. ഈ ബോക്സിൽ സ്പെഷ്യൽ ഗ്ലൗസ് ഉണ്ട്. ഇത് സൺറൈസിനെ റിഫ്ലക്ട് ചെയ്ത് ആ ചെകുത്താനെ ചൂടാക്കും. അതെ, എത്ര ചൂടാക്കുമെന്ന് വെച്ചാൽ ആ ജോൺ ആ റോബോട്ടിൽ നിന്നും പുറത്തു വന്നു തന്നെ ആകണം. അതെ മോട്ടു, അതെ. പിന്നെ ഇതിൽ മെറ്റൽ ഷൂസ് ഉണ്ട്. ഇതൊക്കെ ഉപയോഗിച്ച് നിന്നെ കൊണ്ട് ആ ചെകുത്താനെ എളുപ്പത്തിൽ നശിപ്പിക്കാനാവും. അതെ. നമ്പർ 2, എനിക്ക് തോന്നുന്നത് ബോസിനെ തല്ലുകൊള്ളാനുള്ള സമയമായെന്നാ. എപ്പോഴും അടി വാങ്ങിക്കുന്ന കാര്യമല്ല ചെയ്യോ. രക്ഷപ്പെട്ടോ? നിന്നെ കൊണ്ട് രക്ഷപ്പെടാനാവില്ല മോട്ടോ. നിന്നെ വെറുതെ വിടില്ല ഞാൻ. എവിടെ പോകും നീ? കണ്ടോ, നിങ്ങൾ ചെയ്യുന്നതൊന്നും എന്നെ ബാധിക്കില്ല. നിങ്ങൾ ചെയ്യുന്നതൊക്കെ എനിക്ക് മസാജ് ചെയ്യുന്നു വിടുന്ന പോലെയാണുള്ളത്. ഇതെന്താ ഇത്ര ചൂടുന്നത്? ഈ റോബോ ഇപ്പൊ കത്തി നശിക്കും. നമുക്ക് ഇതിന്ന് പുറത്തു പോകാം. ഇത് ഡേഞ്ചറാണ്. മതി മോട്ടോ, മതി. എന്നെ തല്ലല്ലേ. തീ കത്തുന്നതിനൊപ്പം നിങ്ങൾ അടിയും എനിക്ക് കൊള്ളാൻ വയ്യ. പ്ലീസ്.
ഇതെന്താ മൈക്രോവേവ് ഓവന്റെ അകത്തുള്ളത് പോലെയാണല്ലോ. ചൂട് എനിക്ക് സഹിക്കാൻ വയ്യ. സ്വർണം പണം എല്ലാം നിങ്ങൾ എടുത്തോളൂ, പക്ഷേ ഞങ്ങളെ മാത്രം വെറുതെ വിടണം പ്ലീസ്. അടിക്ക് അടിക്ക്. അയ്യോ ഇത് ജോണല്ലേ, പിടിക്കവരെ. അവൻ നമ്മൾക്ക് ഒത്തിരി നഷ്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിള്. ഞാൻ നിങ്ങളുടെ സ്വർണമൊക്കെ തിരിച്ചു തന്നല്ലോ, വീണ്ടും എന്തിനാ എന്നെ തല്ലാൻ വരുന്നത്? എന്നെ വിട്ടേക്ക്. Watch India's largest kids library only on Geo Hotstar. Download the app now.